അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പഠിക്കാം എജുകാഫിനൊപ്പം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ലിസാനിലെ ആദ്യ പാഠം അനദാരിസുൻ. അനദാരിസുൻ എന്നുള്ള പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പാഠത്തിലെ ചില വാക്കുകൾ പഠിച്ചാലോ? എല്ലാവരും റെഡിയാണോ? എങ്കിൽ എല്ലാവരും ഒരു അഊദും ഒരു ബിസ്മിയും ഒക്കെ ഉസ്താദ് ചെല്ലാം, ഒരു ചെറിയ ദുആഉം ഉസ്താദ് ചെല്ലാം. ഉസ്താദിന്റെ ഒപ്പം ആ ദുആയും ചൊല്ലി നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമാ ആമീൻ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? റെഡിയാണോ? ഇൻഷാ അല്ലാഹ് നമുക്കപ്പോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് വാക്ക് ഉസ്താദ് ബോർഡിൽ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കുക. അലിഫ്. ഉസ്താദ് ബോർഡിൽ എഴുതാൻ പോവാണ്. അലിഫ്. അലിഫിന്റെ ഒപ്പം നൂന് ഇങ്ങനെ നീട്ടി നൂനിന് കുത്തിട്ട് ഒരു ഫത്തഹ്. അന. ഫസ്റ്റ് വാക്ക് അന. അല്ലെ? എല്ലാവർക്കും പരിചയമുള്ള വാക്കായിരിക്കും അന. എന്താണ് അന എന്ന് പറഞ്ഞാല്? സിമ്പിൾ ആണ്. എന്താണ് അന എന്ന് പറഞ്ഞാല്? അന എന്ന് പറഞ്ഞാല് ഞാൻ. അല്ലെ? എങ്ങനെ ഞാൻ എന്നുള്ള അക്ഷരം എഴുതാ? താഴെ 3 കുത്ത്, മുകളിൽ ഒരു കുത്ത്, ഫത്തഹ്, പിന്നെ ഫത്തഹിന് നീട്ടാൻ അലിഫ്. അല്ലെ? ഞാൻ. അന ഞാൻ. അന ഞാൻ. അന ഞാൻ. അല്ലെ? അപ്പൊ ആ വാക്ക് നമ്മൾ പഠിച്ചു. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള വാക്ക് ഇൻഷാ അല്ലാഹ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള വാക്കാണ് ദാരിസുൻ എന്നുള്ള വാക്ക്. ഏതാണ് വാക്ക്? ദാരിസുൻ. എങ്ങനെയാണ് ദാരിസുൻ എഴുതാ? ആദ്യം ദാല്, ദാലിന് ഫത്തഹ്, ഫത്തഹിന് നീട്ടാൻ അലിഫ്. ദാ രി സുൻ. ദാരിസുൻ. ദാരിസുൻ. ദാരിസുൻ എന്ന് പറഞ്ഞാല് എന്താണ്? ആർക്കെങ്കിലും അറിയോ? ദാരിസുൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദാരിസുൻ എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ്. ദാരിസുൻ എന്ന് പറഞ്ഞാല് പഠിക്കുന്നവൻ. ഇനി ഏതക്ഷരം? പഠിക്കുന്നവൻ. കാഫാണോ? അല്ല. കാഫിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹാ ചേർത്ത് കൊടുക്കണം. അല്ലെ? പഠിക്കുന്നവൻ. അല്ലെ? നീ ഫത്തഹും കസറുടെ പഠിക്കുന്നവൻ. പഠിക്കുന്നവൻ. ദാരിസുൻ പഠിക്കുന്നവൻ. അല്ലെ? അപ്പൊ നമ്മൾ ഫസ്റ്റ് അന എന്ന് പഠിച്ചു. എന്താണ് അന എന്നുള്ളതിന്റെ അർത്ഥം? ഞാൻ. രണ്ടാമത് നമ്മൾ പഠിച്ചു ദാരിസുൻ. എന്താണ് ദാരിസുൻ എന്നുള്ളതിന്റെ അർത്ഥം? പഠിക്കുന്നവൻ. നമുക്ക് അടുത്തൊരു വാക്ക് പഠിച്ചാലോ? റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നില്ലേ? അടുത്തൊരു വാക്ക് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒരു ജീവിയുടെ പേരാണ്. അല്ലെ? ചാടി ഇങ്ങനെ പോകുന്ന ഒരു ജീവിയുടെ പേരാണ്. അല്ലേ? എന്താണ് ആ ജീവിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ? ആ ജീവിക്ക് റാബിറ്റ് എന്ന് പറയും. മലയാളത്തിൽ മുയൽ എന്ന് പറയും. നമ്മൾ എന്ത് പറയും? മുയൽ എന്ന് പറയും. എന്താണ് അപ്പൊ മുയലിന് അറബിയിൽ പറയാ? ആർക്കെങ്കിലും അറിയോ? പറയൂ. ശരിയാണ്, അർനബുൻ. എന്താണ് പറയാ? അർനബുൻ. അല്ലെ? അപ്പൊ എങ്ങനെയാണ് അർനബുൻ എന്ന് എഴുതാൻ നോക്കിയാലോ നമുക്ക്. അപ്പൊ ഫസ്റ്റ് അലിഫിന് ഫത്തഹ് ആ, റാഇന് സുക്കൂന് അർ, നൂനിന്റെ ഒപ്പം ബാ. അല്ലെ? നൂനിന് മുകളിൽ കുത്ത്, ബാഇന് അടിയിൽ കുത്ത്. ഇനി ഫത്തഹും കസ്റും ഇടുക. അല്ലെ? അർനബുൻ. എന്താ അർനബുൻ എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞു അല്ലെ? റാബിറ്റ്, മുയൽ. അല്ലെ? അപ്പൊ എങ്ങനെ മുയൽ എന്ന് എഴുതുക? മുയൽ എന്നെങ്ങനെ എഴുതുക? നോക്ക. ഉസ്താദ് ഇവിടെ എഴുതുക മുയൽ. മുയൽ. അർനബുൻ മുയൽ.
അർണബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുയൽ. അർണബുൻ മുയൽ. അപ്പൊ നമ്മൾ എത്ര വാക്ക് പഠിച്ചു? 3 വാക്ക് അല്ലെ? അന ഞാൻ. ഉസ്താദിന്റെ കൂടെ പറയൂ. അന ഞാൻ. ദാരിസുൻ പഠിക്കുന്നവൻ. അർണബുൻ മുയൽ. അർണബുൻ മുയൽ. അല്ലെ? അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്രൂട്ടിന്റെ പേര് അല്ലെ? ഒരു ഫ്രൂട്ടിന്റെ പേര് പഠിക്കാം. ഒരു പഴത്തിന്റെ പേര് എന്താണ്? ഒരു പഴത്തിന്റെ പേര്. ഉസ്താദ് ആദ്യം ആ പഴത്തിന്റെ പേര് എഴുതാം. എല്ലാവരും ശ്രദ്ധിക്കുക. എങ്ങനെ എഴുതാൻ നോക്കുക. ആ അനാന. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അനാനാസുൻ. എന്താണ് പഴത്തിന്റെ പേരെന്താണ്? അനാനാസുൻ. അനാനാസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാനാസുൻ എന്ന് പറഞ്ഞാല് പൈനാപ്പിൾ അല്ലെ? പൈനാപ്പിൾ അല്ലെ? പൈനാപ്പിളിന് എന്താ മലയാളത്തിൽ പറയാ അല്ലെ? കൈതച്ചക്ക. എന്താ പറയാ? കൈതച്ചക്ക. അത് ഉസ്താദ് എഴുതി കാണിച്ചു തരാം. ക ഈദ. ഇതിനോട് കൂട്ടിയിട്ട് എഴുതണ്ട്. ച ക. കൈത ചക്ക. കൈതച്ചക്ക. ഇങ്ങനെ എഴുതിയ കണ്ടോ? കൈതച്ചക്ക. കൈതച്ചക്ക. അപ്പൊ എന്താണ് കൈതച്ചക്ക പറയാ? അനാനാസുൻ. കൈതച്ചക്ക. അനാനാസുൻ. കൈതച്ചക്ക. ഇനി മറ്റൊരു പഴത്തിന്റെ പേര് കൂടി പഠിച്ചാലോ? ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പഴത്തിന്റെ പേര്. സിമ്പിൾ ആണ്. നമ്മളെല്ലാവരും അല്ലെ കഴിച്ചിട്ടുണ്ടാവും ആ പഴം. റെഡിയാണോ? റെഡി ആയ ആളുകളൊക്കെ റെഡി എന്ന് പറഞ്ഞാണി. റെഡി? ആർ യു റെഡി? യെസ് അല്ലെ? എല്ലാവരും റെഡിയാണ്. എല്ലാവരും നല്ല കുട്ടികളാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് ഇരിക്കുന്നില്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഒരു പഴം. ഏതാണ് പഴം എന്നറിയോ? ഉസ്താദ് ഇവിടെ എഴുതാ. മൗസുൻ. അല്ലെ? എന്താണ് ആ പഴത്തിന്റെ പേര്? മൗസുൻ. എന്താ മൗസുൻ എന്ന് പറഞ്ഞാല്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? മൗസുൻ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? യെസ്, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ മൗസുൻ? കഴിക്കാത്തവരൊക്കെ എന്ത് ചെയ്യണം? പഴം കഴിക്കണം അല്ലെ? നല്ലതാണ്. അപ്പൊ മൗസുൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് എഴുതി തരാം. മൗസുൻ എന്ന് പറഞ്ഞാൽ വാഴപ്പഴം. അപ്പൊ എങ്ങനെയാ വാഴപ്പഴം എന്ന് എഴുതാ? വാഴപ്പഴം എന്ന് എങ്ങനെ എഴുതാ? ഉസ്താദ് താഴത്ത് എഴുതി കാണിച്ചു തരാം. വാഴപ്പഴം എന്ന് ഉസ്താദ് എഴുതി കാണിച്ചു തരാം. റാക്ക് എത്ര കുത്തുണ്ട്? റാ എന്ന് എഴുതണമെങ്കിൽ റാ എന്നുള്ള അക്ഷരം ഇട്ടിട്ട് എത്ര കുത്തിടണം? 1, 2, 3. എത്ര കുത്ത് വേണം? നിങ്ങൾ പറയും. 1 കുത്താണോ? 2 കുത്താണോ? 3 കുത്താണോ? യെസ്, 3 കുത്തിടണം. വാഴ അല്ലെ? പഴം. വാക്ക് ശ്രദ്ധ കൊടുക്കണം. പിന്നീടും ഴ എന്നുള്ള അക്ഷരം 3 കുത്ത്. വാഴപ്പഴം അല്ലെ? വാഴപ്പഴം. മൗസുൻ വാഴപ്പഴം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അന. ഉസ്താദിന്റെ കൂടെ പറയും. അന ഞാൻ. ദാരിസുൻ പഠിക്കുന്നവൻ. അർണബുൻ മുയൽ. അനാനാസുൻ കൈതച്ചക്ക. മൗസുൻ വാഴപ്പഴം. അല്ലെ? ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വാക്ക് പഠിച്ചാലോ നമുക്ക്? റെഡിയാണോ? അടുത്ത വാക്ക് ഇൻഷാ അല്ലാഹ്. അടുത്ത വാക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. അടുത്ത വാക്ക് ഉസ്താദുൻ അല്ലെ? അടുത്ത വാക്ക് നമ്മൾ പഠിക്കുന്നത് ഉസ്താദുൻ എന്നുള്ള വാക്കാണ്. ഉസ്താദുൻ. എന്താ ഉസ്താദുൻ എന്ന് പറഞ്ഞാൽ? ഉസ്താദുൻ അല്ലെ? എല്ലാവരും മദ്രസയിൽ പോയിട്ട് ഉസ്താദേ എന്ന് വിളിക്കലില്ലേ? എന്താ ഉസ്താദുൻ എന്ന് പറഞ്ഞാല്? ഉസ്താദുൻ എന്ന് പറഞ്ഞാല് അധ്യാപകൻ. ഉസ്താദുൻ എന്ന് പറഞ്ഞാല് അധ്യാപകൻ അല്ലെ? ടീച്ചർ എന്നൊക്കെ പറയില്ലേ? അതുപോലെ അധ്യാപകൻ. അപ്പൊ അധ്യാപകൻ എന്നെങ്ങനെ എഴുതുക?
അല്ലെ? അറബി മലയാളത്തിൽ അധ്യാപകൻ എന്നെങ്ങനെ എഴുതുക? ഇങ്ങനെ ആദ്യം അലിഫ്, പിന്നെ ദാല്, അത്, അല്ലെ? ഇപ്പൊ എന്തായി? അത് എന്നായി. ഇനി അദ്യാ, അപ്പൊ ഒരു ഹാ വേണം. അദ്യ, ഹാന്റെ കൂടെ യാ, ഹാന്റെ കൂടെ യാ. അധ്യാപകൻ, അധ്യാപകൻ, അധ്യാപകൻ. എങ്ങനെയാണ്? അധ്യാപകൻ. സിമ്പിൾ അല്ലേ? ഉസ്താദുൻ അധ്യാപകൻ, അല്ലെ? ഉസ്താദുൻ അധ്യാപകൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചു അന, ഞാൻ. ദാരിസുൻ പഠിക്കുന്നവൻ. അപ്പൊ നേരത്തെ പഠിക്കുന്നവൻ എന്ന് പഠിച്ചു, ഇപ്പൊ അധ്യാപകൻ എന്ന് പഠിച്ചു. ഇനി അപ്പൊ പഠിക്കുന്നവൾക്ക് എന്താ പറയാ? അല്ലെ? ആൺകുട്ടികൾ മാത്രമല്ലല്ലോ പഠിക്കുക, പെൺകുട്ടികളും പഠിക്കാൻ പോകുന്നില്ലേ മദ്രസയിലേക്കും സ്കൂളിലേക്കും ഒക്കെ. അപ്പൊ പെൺകുട്ടികൾക്ക് എന്താണ് പറയാ? പഠിക്കുന്നവൾ എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയാ? ആർക്കെങ്കിലും അറിയോ? പഠിക്കുന്നവൾ എന്നുള്ളതിന് എന്താണ് അറബിയിൽ പറയാ? സിമ്പിൾ ആണ്, അല്ലെ? പഠിക്കുന്നവൻ എന്നുള്ളതിന് നമ്മൾ പഠിച്ചു ദാരിസുൻ എന്നുള്ളത്. ഇത് അതിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉസ്താദ് ഇവിടെ എഴുതി കാണിച്ചു തരാം, നിങ്ങൾ എന്നെ ഉറക്കെ വായിക്കുക. വായിച്ചോളൂ, വായിച്ചോളൂ, വായിച്ചോളൂ. ദാരിസത്തുൻ. എന്താണ്? ദാരിസത്തുൻ, അല്ലെ? എന്താണ്? ദാരിസത്തുൻ, അല്ലെ? ദാരിസത്തുൻ എന്ന് പറഞ്ഞാല്, ദാരിസത്തുൻ എന്ന് പറഞ്ഞാല് പഠിക്കുന്നവൾ. ദാരിസത്തുൻ എന്ന് പറഞ്ഞാല് പഠിക്കുന്നവൾ. ദാരിസത്തുൻ പഠിക്കുന്നവൾ. എങ്ങനെയാണ് പഠിക്കുന്നവൾ എന്നുള്ളത് അറബിയിൽ എഴുതുക? നമുക്ക് ചെക്ക് ചെയ്താലോ? നോക്കിയാലോ? എല്ലാവരും നോക്ക്, ബോർഡിലേക്ക് നോക്കുക. ആദ്യം പ, പിന്നെ പടി, അല്ലെ? പിന്നെന്താണ്? കാ ആണോ എഴുതണ്ട്? അല്ല, കാന്റെ മുന്നേ എന്തെഴുതണം? ഒരു ഹ എഴുതണം, അല്ലെ? ഒരു ഹ എഴുതി പടി. പഠിക്കുന്നവൾ, പഠിക്കുന്നവൾ, അല്ലെ? ളാക്ക് താഴെയും മുകളിലും കുത്തണം. പഠിക്കുന്നവൾ. ദാരിസത്തുൻ പഠിക്കുന്നവൾ. അപ്പൊ പഠിക്കുന്നവൻ എന്താ പറയാ? ദാരിസുൻ. ദാരിസുൻ പഠിക്കുന്നവൻ, ദാരിസത്തുൻ പഠിക്കുന്നവൾ. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കിയാലോ? ഇനി വളരെ കുറച്ച് വാക്കുള്ളൂ. അടുത്ത വാക്ക് നോക്കിയാലോ? അടുത്ത വാക്ക്, അല്ലെ? ഏതാണ് അടുത്ത വാക്ക്? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്ക് ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത വാക്കാണ്. ശ്രദ്ധിക്കുക, അല്ലെ? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉസ്താദ് ഇവിടെ വരക്കാം, ആദ്യം ഉസ്താദ് ഇവിടെ വരക്കാം. അല്ലെ? അപ്പൊ എല്ലാവരും ഉറക്കെ ഉത്തരം വിളിച്ച് പറയുന്നുണ്ടാവും. എന്താണ്? അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കാണ് സഹറത്തുൻ. സഹറത്തുൻ. എന്താണ് സഹറത്തുൻ എന്ന് പറഞ്ഞാല്? സിമ്പിൾ ആണ്. സഹറത്തുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരച്ചത് എന്താണ്? പൂവ്. അപ്പൊ എങ്ങനെ പൂവ് എന്ന അറബിയിൽ എഴുതുക? പൂവ് എന്ന അറബിയിൽ എങ്ങനെ എഴുതുക? ഉസ്താദ് ഇവിടെ എഴുതി കാണിച്ചു തരാം. പൂവ്, എങ്ങനെ എഴുതുക? പൂവ്. കണ്ടില്ലേ? ആദ്യം പ, പിന്നെ ലൊമ്മ്, പൂ, പിന്നെ പൂ എന്നുള്ള ലൊമ്മിന് നീട്ടാന് വാവ്. പൂവ്, പൂവ്. പൂവിനെന്താ പറയാ? സഹറത്തുൻ. പൂവിന് പറയുന്ന പേരാണ് സഹറത്തുൻ, അല്ലെ? പൂവിന് സഹറത്തുൻ എന്ന് പറയും. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു വാക്കും കൂടി പഠിക്കാണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ഒരു വാക്കും കൂടി പഠിക്കാണ്ട്. നമുക്ക് ഇനി ഒരു വാക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു വാക്ക് ഏതാണ്? ആ വാക്ക് അറിയോ? ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വാക്ക്, അല്ലെ? അതൊരു ജീവിയുടെ പേരാണ്. അല്ലെ? ഉസ്താദ് ഇവിടെ എഴുതാം. വാക്ക് എഴുതാം. ആദ്യം വാക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ പറ. സിമ്പിൾ ആണ്. ഒരു തവണ കൂടി എഴുതാം.
സിൻ ജാ ബുൻ, സിൻജാബുൻ. എന്താണ് വാക്ക്? സിൻജാബുൻ. എന്താണ് സിൻജാബുൻ എന്ന് പറഞ്ഞാല്? നിങ്ങളൊക്കെ സിൻജാബിനെ കണ്ടുകണോ? സിൻജാബിനെ കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? സിൻജാബുൻ എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ്. സിൻജാബുൻ അണ്ണാൻ. സിൻജാബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ണാൻ അല്ലേ? ആ അണ്ണ അല്ലേ? അണ്ണാൻ. ന എന്നുള്ള അക്ഷരത്തിന് താഴെയും കുത്തിടണം, മുകളിലും കുത്തിടണം. മുകളിൽ മാത്രം കുത്തിട്ടാൽ എന്താവും? മുകളിൽ മാത്രം കുത്തിട്ട് ഇതുപോലെ മുകളിൽ മാത്രം കുത്തിട്ട് എന്താവും? അത് നാ എന്നാവും അല്ലെ? അത് നാ എന്നാവണമെങ്കിൽ താഴെയും കുത്തിടണം അല്ലെ? അപ്പോ അണ്ണ അല്ലെ? അണ്ണാൻ, അണ്ണാൻ. സിൻജാബുൻ അണ്ണാൻ. അപ്പൊ നമ്മള് ഇത്രയും നേരെ പഠിച്ച വാക്കുകൾ ഒരു തവണ കൂടി പറഞ്ഞു നോക്കിയാലോ നമുക്ക്? അല്ലെ? റെഡിയാണോ? ഫസ്റ്റ് അന ഞാൻ, ദാരിസുൻ പഠിക്കുന്നവൻ, അർണബുൻ മുയൽ, അനാനാസുൻ കൈതച്ചക്ക, മൗസുൻ വാഴപ്പഴം, ഉസ്താദുൻ അധ്യാപകൻ, ദാരിസത്തുൻ പഠിക്കുന്നവൾ, സഹറത്തുൻ പൂവ്. ലാസ്റ്റ് നമ്മൾ പഠിച്ച സിൻജാബുൻ അണ്ണാൻ, സിൻജാബുൻ അണ്ണാൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ, അപ്പോ ഇത്രയും വാക്കുകളാണ് നമുക്ക് ഈ പാഠത്തില് പഠിക്കാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി ഈ പാഠത്തിൽ പഠിക്കാനുണ്ട് അല്ലേ? ഇപ്പൊ ഉസ്താദിനോട് ചോദിക്കാണ്, ഒരാൾ വന്നിട്ട് ഉസ്താദിനോട് ചോദിക്കാണ്, താങ്കൾ ആരാണ് എന്ന് ചോദിക്കാണ്. അപ്പൊ ഉസ്താദ് എന്ത് പറയും? ഞാൻ ഉസ്താദാണ് എന്ന് പറയും. അതെങ്ങനെ അറബിയിൽ പറയാം? ഞാൻ ഉസ്താദാണ് എന്നുള്ളത് എങ്ങനെയാണ് അറബിയിൽ പറയാം അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ എന്നുള്ളതിന് എങ്ങനെ അറബിയിൽ പറയാം. ഞാൻ എന്നുള്ളതിന് എന്താ പറയാ? അന അല്ലെ? പിന്നെ ഉസ്താദ് എന്നുള്ളതിന് ഉസ്താദ്. അപ്പൊ അന ഉസ്താദുൻ, ഞാൻ അധ്യാപകനാണ്. അപ്പോ ഒരു അണ്ണാൻകുട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അണ്ണാൻകുട്ടിനോട് ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ അണ്ണാൻകുട്ടി എന്താ പറയാ? അന അല്ലെ? ബോർഡിലുണ്ട് അന സിൻജാബുൻ. അണ്ണാൻകുട്ടി എന്താ പറയാ? അന സിൻജാബുൻ അല്ലെ? ഇനി ഒരു പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട്. പെൺകുട്ടിനോട് ചോദിച്ചു ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ പെൺകുട്ടി എന്താ പറയാ? അന ദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. ഞാൻ എന്താണ്? പഠിക്കുന്നവളാണ് അല്ലെ? അപ്പൊ ഒന്നുകൂടി നോക്കിയോക്കണി. അന അല്ലെ? നമ്മൾ പഠിച്ചതാണ്. അന എന്ന് പറഞ്ഞാല് ഞാൻ, അന എന്ന് പറഞ്ഞാല് ഞാൻ അല്ലെ? ഞാൻ എന്നുള്ളതിന് എത്ര കുത്തുണ്ട്? 4 കുത്തുണ്ട് അല്ലെ? നമുക്ക് എഴുത്തും പ്രധാനമാണ്. പരീക്ഷക്ക് നമുക്ക് എഴുതണ്ടേ? അപ്പൊ എഴുത്ത് നമുക്ക് പ്രധാനമാണ്. അന എന്നുള്ളതിന് എത്ര കുത്തുണ്ട്? അല്ല, അന എന്നുള്ളതിന് ഒരു കുത്തുള്ളൂ. ഞാൻ എന്നുള്ളതിന് അല്ലെ? ഞാൻ എന്നുള്ള അക്ഷരത്തിന് 4 കുത്തുണ്ട്. ഞാൻ എന്നുള്ള അക്ഷരത്തിന് 4 കുത്തുണ്ട്. അടുത്തത് അല്ലെ? ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താ എഴുതിയിട്ടുള്ളത്? അനദാരിസുൻ, ഞാൻ ആരാണ്? ഞാൻ പഠിക്കുന്നവനാണ്. ഞാൻ ആരാണ്? ഞാൻ പഠിക്കുന്നവനാണ് അല്ലെ? ഇവിടെ ആരാ ഇരിക്കുന്നത്? ഒരു വിദ്യാർത്ഥി ഇരിക്കുന്നത് കണ്ടോ? ഒരു വിദ്യാർത്ഥി ഇരിക്കുന്നുണ്ടോ? ആ വിദ്യാർത്ഥിയുടെ താഴെ എഴുതിക്കാണ് അനദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ് അല്ലെ? അടുത്തതാരാണ്? ചിത്രം കണ്ടോ? പറയൂ, എന്താണ് അറബിയിൽ പറയാ? ഈ ചിത്രത്തിൽ കാണുന്ന ആൾക്ക് എന്താ അറബിയിൽ പറയാ? സിമ്പിൾ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? എന്താണ്? അർനബുൻ, അല്ലെ? അർനബുൻ എന്ന് പറഞ്ഞാൽ മുയൽ അല്ലെ? അർനബുൻ എന്ന് പറഞ്ഞാൽ മുയൽ. ഇനി ഞാൻ മുയലാണ് എന്നെങ്ങനെ അറബിയിൽ പറയാ? ഞാൻ എന്നുള്ള വാക്ക് എന്താണ്? അന. ഞാൻ എന്നുള്ള വാക്ക് എന്താണ്? അന. മുയൽ എന്നുള്ളതിന് എന്താണ് അറബിയിൽ പറയാ? അർനബുൻ. അപ്പൊ രണ്ടും കൂടി കൂട്ടിയിട്ട് അന അർനബുൻ, ഞാൻ ഒരു മുയലാണ്. താഴത്തെ എഴുതി കാണിച്ചതാണ്. അന അർനബുൻ, ഞാൻ ഒരു മുയലാണ്. ഞാൻ മുയലാണ് അല്ലെങ്കിൽ ഞാനൊരു മുയലാണ്. എഴുതിയത് കണ്ടോ? ഞാനൊരു മുയലാണ്. സിമ്പിൾ അല്ലേ? ഞാനൊരു മുയലാണ്. അടുത്തത് ആരാ വരുന്നത് നോക്കട്ടോ. അടുത്ത ഇങ്ങനെ പതിയെ വരുന്നുണ്ട്. ആരാ വരുന്നത് നോക്കാം. ആരാ വരുന്നത്? ഇതാരാണ്? നമ്മൾ പഠിച്ചു. ആരാണ്?
ആ കൈതച്ചക്ക. കൈതച്ചക്കക്ക് എന്താ അറബിയിൽ പറയാ? അനാനാസുൻ. അനാനാസുൻ എന്നാണ് അറബിയിൽ പറയാ. അനാനാസുൻ അല്ലെ? കൈതച്ചക്കക്ക് അനാനാസുൻ. അപ്പോ അനാനാസുൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അന എന്ന് പറഞ്ഞാൽ ഞാൻ, അനാനാസുൻ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക, അനാനാസുൻ ഞാൻ ആരാണ്? ഞാൻ കൈതച്ചക്കയാണ്. അനാനാസുൻ എഴുതിയത് കണ്ടോ? അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ്. ഞാൻ ആരാണ്? അല്ലെ? കൈതച്ചക്കയാണ്. അനാനാസുൻ ഞാനൊരു കൈതച്ചക്കയാണ്. ഞാനൊരു കൈതച്ചക്കയാണ്. ഓക്കെ, അടുത്തത് ആരാ പൊങ്ങി വരുന്നത് നോക്കുക. എല്ലാവരും ശ്രദ്ധിച്ച കാണുന്നുണ്ടോ? എന്താണ്? ഇതെന്തായിരിക്കും? പൂവാണോ? ആണോ? പതുക്കെ പൊക്ക നോക്കുക. യെസ്, പൂവല്ല. ഇതെന്താണ്? നമ്മുടെ ബനാനയാണ് അല്ലേ? ബനാന അല്ലേ? വാഴപ്പഴത്തിന് എന്താ അറബിയിൽ പറയാ? സിമ്പിൾ അല്ലേ? വാഴപ്പഴത്തിന് എന്താ അറബിയിൽ പറയാ? മൗസുൻ അല്ലേ? എങ്ങനെ എഴുതുക? മൗസുൻ. വാഴപ്പഴത്തിന് എന്താ പറയാ? മൗസുൻ അല്ലേ? അപ്പോ ഞാൻ വാഴപ്പഴമാണ്. എങ്ങനെ പറയാ? അന മൗസുൻ ഞാനൊരു വാഴപ്പഴമാണ്. അന മൗസുൻ ഞാനൊരു വാഴപ്പഴമാണ്. അടുത്തത് ആരെ പൊങ്ങി വരുന്ന നോക്ക. ആ തലയിലൊക്കെ കെട്ടുണ്ട് അല്ലെ? ആരാണ്? യെസ്, ആരാണ്? പറയൂ. ഉസ്താദാണ് അല്ലേ? ഉസ്താദാണ്. അപ്പൊ ഉസ്താദ് എങ്ങനെ പറയാ? ഞാൻ ഉസ്താദാണ് എന്നെങ്ങനെ പറയാ? അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് അല്ലെ? അന ഉസ്താദുൻ ഞാൻ ആരാണ്? ഞാൻ ഉസ്താദാണ് അല്ലെ? ഉസ്താദ് എന്നുള്ളതിന് നമ്മളെന്താ പഠിച്ചത്? അധ്യാപകൻ. ഞാൻ അധ്യാപകനാണ്. ഞാൻ ആരാണ്? അധ്യാപകനാണ്. ഉസ്താദുൻ അധ്യാപകൻ. അന ഉസ്താദുൻ ഞാൻ അധ്യാപകനാണ്. വ്യത്യാസം മനസ്സിലായോ? ഉസ്താദുൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, അന എന്ന് പറഞ്ഞാൽ ഞാൻ. രണ്ടും കൂട്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അന ഉസ്താദുൻ എന്ന് പറയുമ്പോൾ രണ്ടും കൂട്ടിയിട്ട് ഞാൻ അധ്യാപകനാണ്. സിമ്പിൾ ആണ്. അടുത്തതാരാ? അല്ലേ? അടുത്തത് ഫാത്തിമക്കുട്ടിയാണ്. ഫാത്തിമക്കുട്ടി എന്താണ്? പഠിക്കുന്നവളാണ് അല്ലെ? ഫാത്തിമക്കുട്ടി എന്താണ്? പഠിക്കുന്നവളാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? അന ദാരിസുൻ എന്നാണോ പറയാ? അല്ല, അന ദാരിസത്തുൻ ഞാൻ പഠിക്കുന്നവളാണ്. അന ദാരിസത്തുൻ ഞാൻ ആരാണ്? പഠിക്കുന്നവളാണ്. അന ദാരിസത്തുൻ ഞാൻ പഠിക്കുന്നവളാണ്. ഓക്കെ ആയോ? അന ദാരിസത്തുൻ ഞാൻ എന്താണ്? പഠിക്കുന്നവളാണ്. ഓക്കെ, അടുത്തതാരാണ്? അല്ലേ? നല്ലൊരു പൂവാണ് വരുന്നത് അല്ലേ? നമ്മൾ പൂവിനെന്താ പറയാ? പൂവിനെന്താ അറബി പറയാ? സഹറത്തുൻ. പൂവിനെന്താ പറയാ? സഹറത്തുൻ. എന്താ സഹറത്തുൻ എന്ന് പറഞ്ഞാല്? പൂവ് അല്ലെ? അപ്പോ ഞാൻ ഒരു പൂവാണ്. എങ്ങനെ പറയും നമ്മൾ അറബിയില്? അല്ലെ? ഞാൻ എന്നുള്ളതിന് എന്താ അറബിയിൽ പറയാ? മക്കൾ പറഞ്ഞാണ്. ഞാൻ എന്നുള്ളതിന് എന്താണ് അറബിയിൽ പറയാ? അന. അപ്പൊ അന സഹറത്തുൻ ഞാൻ പൂവാണ്. അന സഹറത്തുൻ ഞാൻ പൂവാണ്. അടുത്തത് അല്ലെ? ആരാണ്? എത്തി നോക്കി പോയി. ആരാണ്? സിഞ്ചാബുൻ. ആരാണ്? സിഞ്ചാബാണ്. നമ്മുടെ സിഞ്ചാബാണ് അല്ലെ? സിഞ്ചാബ് പറയണേ ഞാനൊരു അണ്ണാനാണ് അല്ലെ? ഞാനൊരു അണ്ണാനാണ്. എങ്ങനെ പറയാ? അന സിഞ്ചാബുൻ ഞാനൊരു അണ്ണാനാണ്. അന സിഞ്ചാബുൻ ഞാനൊരു അണ്ണാനാണ് അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചു. അണ്ണാൻ എന്നെഴുതുമ്പോ അല്ലെ? ആ അലിഫ് ഫതഹ് പിന്നെ ന എന്നുള്ള അക്ഷരം അല്ലെ? ന എന്നുള്ള അക്ഷരത്തിന് മുകളിലും ഒരു കുത്ത് താഴെയും ഒരു കുത്ത് അല്ലെ? പിന്നെ ഷദ് ഫതഹ് പിന്നെ ഫതഹിന് നീട്ടാൻ അലിഫ് അണ്ണാൻ.
അല്ലെ, ഇങ്ങനെയാണ് അണ്ണാൻ എന്ന് എഴുതുക. ഓക്കെ, അണ്ണാൻ. അടുത്തത് ഇനി നമുക്ക് അല്ലെ ഒരു എക്സാം പോലെ നമുക്ക് എഴുതാനുള്ളതാണ്. ഒരു എക്സാം പോലെ അല്ലെ. ഇതാരാണ്? എല്ലാവരും ഒരു പേപ്പറും പേന എടുത്തോളൂ. എല്ലാവരും ഒരു പെൻസിലും ഒരു പേപ്പറോ സ്ലൈറ്റോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് എന്താണ് അല്ലെ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് എന്നുള്ളത് അറബിയിൽ എഴുതുക. അല്ലെ, ഇതിൽ പഠിക്കുന്ന അല്ലെ ഒരു കുട്ടി പഠിക്കുന്ന ഒരു ആൺകുട്ടി, ഒരു പഠിക്കുന്നവനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്താണ് എഴുതുക? വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എഴുതുക. എന്താണ് എന്താ എഴുതുക? ദാരിസുൻ ദാരിസുൻ പഠിക്കുന്നവൻ. അടുത്തത് എന്താണ്? വേഗം എഴുതിക്കോളൂ. അടുത്തെന്താണ്? എഴുതിക്കോളൂ. അടുത്തെന്താണ്? വേഗം എഴുതിക്കോളൂ. സിമ്പിൾ ആണ്. ദാരിസത്തുൻ അല്ലെ. അടുത്തത് എന്താ നോക്കാം. അടുത്തത് എന്താണ് അല്ലെ? യെസ്, ഇത് സിമ്പിൾ ആയിരിക്കും എല്ലാവർക്കും അല്ലെ. സിമ്പിൾ ആയിരിക്കും. എന്താണ്? ഉസ്താദുൻ. എന്താണ്? ഉസ്താദുൻ. ഓക്കെ അല്ലെ. അടുത്തത് ആരാണ്? അല്ലേ, അടുത്തത് അർനബുൻ. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചിത്രം തന്നിട്ട് പേരെഴുതാണ്ടാവും, പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും. അർനബുൻ. അടുത്തത് ആരാണ്? നല്ല ഭംഗിയില് എന്താണ് ഇതിന്റെ പേര്? അനാനാസുൻ. എന്താ പേര്? അനാനാസുൻ. അടുത്ത ആരാ നോക്ക. യെസ് അല്ലേ, നമ്മളെ അണ്ണാൻ കുട്ടനാണ് അല്ലേ. അണ്ണാൻ എന്താ പറയാ? സിഞ്ചാബുൻ അല്ലേ, സിഞ്ചാബുൻ. യെസ്, അപ്പൊ നമ്മള് എഴുതി. അടുത്തത് എന്താണ്? നമ്മുടെ ആരാണ് അല്ലേ? നമ്മളെ മൗസുൻ. അല്ലേ. അടുത്തത് നമ്മളെ സഹറത്തുൻ. അല്ലേ, സഹറത്തുൻ. അടുത്തത് ഒരാളിങ്ങനെ ചൂണ്ടിയിട്ട് എന്തുണ്ട്? ഞാൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഞാൻ എന്നുള്ളതിന് എന്താ പറയാ? എന്താ അറബിയിൽ പറയാ? സിമ്പിൾ അല്ലേ, 3 അക്ഷരമുള്ളൂ. അല്ലെ, നൂന് പിന്നെ ഒരു അലിഫും. അന ഞാൻ. ഒരിക്കൽ കൂടി പറഞ്ഞുതരാ. ഞാൻ എന്നുള്ളത് എങ്ങനെ എഴുതുക? അടിയിൽ 3 കുത്ത്, മുകളിലൊരു കുത്ത്. ഞാൻ അല്ലേ, ഞാൻ. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ പാഠത്തില് പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങൾ അല്ലെ. ഇത്ര ജീവികളുടെ പേരുണ്ട് അല്ലെ. പിന്നെന്താണ്? പഠിക്കുന്നവനുണ്ട്, പഠിക്കുന്നവളുണ്ട്, ഉസ്താദ് ഉണ്ട്, പൂവുണ്ട് അല്ലെ, പഴങ്ങളുടെ പേരുണ്ട്. ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് അല്ലെ. ഈ പേരുകളും അതോടൊപ്പം ഞാൻ എന്നുള്ളതുമാണ് 2ാം ക്ലാസ്സില് 1ാമത്തെ പാഠത്തില് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് ഒക്കെ നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് ഉസ്താദ് കരുതുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി മറ്റൊരു ദിവസം എന്ത് ചെയ്യാം? കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.